തക്കാളിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് രാവിലേക്കായാലും രാത്രിക്കൽക്കായാലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കറി വേണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല കേട്ടോ, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി തിളക്കട്ടെ. തിളച്ചതിൻ്റെ ശേഷം നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞിട്ടില്ല, എന്നാലും ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിവായപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലെ 4ആക്കിയിട്ട് കഷ്ണിക്കുക. അതിൻ്റെ മേൽഭാഗത്ത് ആ തോലൊന്ന് നമുക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ വെളുത്തുള്ളി അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അങ്ങനെ അരച്ചതിൻ്റെ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ എടുക്കുന്ന മാവിലേക്കും കറക്റ്റായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. അരയാണ്ട് വല്ല തക്കാളിയുടെ കഷ്ണം കിടക്കുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് 4 കയ്യിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണം ആ രീതിക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി കൈവച്ചിട്ട് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകും നമുക്കിത് കഴിക്കാനായിട്ട്. കറിയുടെ ആവശ്യമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി. രാവിലേക്കോ രാത്രിക്കൽക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇത് ഒരു ബോള് മാവ് എടുത്തിട്ട് ഞാൻ ചപ്പാത്തി പലകയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരത്തിയതിൻ്റെ ശേഷം കുറച്ച് ഓയിലാണ്ട് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അത് കൂടി പരത്തി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇനി ഒരു മുട്ട വേണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി 3 എണ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പോ കുരുമുളക് കൂടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ അത്യാവശ്യം ചപ്പാത്തിയിൽ തന്നെ എല്ലാം ഉണ്ടാവും. ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക, കാരണം ഒന്നും ചേർക്കണ്ട, മല്ലിയില മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇത് ചപ്പാത്തി ചുടണ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചപ്പാത്തി ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ കുറേശ്ശെ എണ്ണ അങ്ങനെ മേലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. അതായത് നല്ല പൊള്ളി വരും കേട്ടോ. അതൊരു സൈഡായിട്ടുണ്ട്, അപ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2 തവണ മറിച്ചിട്ടതിൻ്റെ ശേഷം നമുക്കിത് പൊള്ളി വരാൻ അങ്ങനെ പൊന്തി വരും, എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇത് ഒന്ന് ചുട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ 3 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള, നമ്മൾ രാവിലേക്കായാലും രാത്രിക്കായാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ.